ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 6 യുദ്ധവിമാനങ്ങളും 2 നിരീക്ഷണ വിമാനങ്ങൾ, 10-ലധികം ഡ്രോണുകൾ, ഒരു C-130 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ കൂടെ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ഇന്ത്യ. പാകിസ്ഥാന്റെ വ്യോമകര സൈനിക സേനയിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കാൻ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞു എന്നത് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ആ നഷ്ടം നികത്താൻ പാകിസ്ഥാൻ ഇനി ഒരാണ്ട് കഷ്ടപ്പെടേണ്ടി വരും എന്നതും മറ്റൊരു വസ്തുതയാണ്. വ്യോമാക്രമണത്തിനിടെ 6 PIF യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകളുടെ പ്രതികാര ആക്രമണത്തിൽ അതിന്റെ ഭാഗമായി തന്നെ ഈ വിമാനങ്ങൾ പോരാട്ടത്തിൽ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ പഞ്ചാബിലും പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിന്റെ അതായത് POKയിലും ചില ഭാഗങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ഇന്ത്യൻ ഭൂഗർഭ മിസൈൽ സംവിധാനങ്ങളും വ്യോമ സേനയുടെ തന്നെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളും എല്ലാം പകർത്തിയ റഡാർ ട്രാക്കിങ്ങിലൂടെയാണ് തെർമൽ സിഗ്നലുകൾ എല്ലാം തന്നെ വെച്ചുകൊണ്ട് ഈ ജെറ്റുകൾ തകർത്തതായി തന്നെ സ്ഥിരീകരണം ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ആഘാതത്തിൽ പാകിസ്ഥാൻ വിമാനം ട്രാക്കിംഗ് ഗ്രിഡുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങളടക്കം എല്ലാം തന്നെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 ദിവസത്തെ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് എടുത്തു പറയേണ്ടത് ഉയർന്ന മൂല്യമുള്ള ഒരു നിരീക്ഷണ പ്ലാറ്റ്ഫോമിൽ അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നതാണ്. പുറത്തു വന്ന സ്രോതസ്സുകൾ പ്രകാരം മിക്ക ഡ്രോണുകൾ അടക്കം നശിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ത്യയുടെ സുദർശൻ ചക്ര അല്ലെങ്കിൽ S-400 മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം അടിച്ചു തരിപ്പണമാക്കുകയാണ് ചെയ്തതും. പാകിസ്ഥാനിലെ ബറോളി വ്യോമതാവളത്തിൽ നിലയുറപ്പിച്ചിരുന്ന AEW&C വിമാനം തുടർന്നുള്ള എയർ ടു ട്രാൻസ്ഫർ ക്രൂയിസ് മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചു. അതുപോലെ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് വിമാനം സൂക്ഷിച്ചിരുന്ന ആ ഹങ്കർ പൂർണ്ണമായും നശിച്ചു എന്നതാണ്. മറ്റൊരു ഓപ്പറേഷനിൽ പാകിസ്ഥാൻ പഞ്ചാബിന് മുകളിലൂടെ ലക്ഷ്യമിട്ട ഡ്രോണുകൾ ആക്രമണത്തിൽ ഒരു PAF C-130 ഹെർക്കുലീസ് യുദ്ധവിമാനവും നശിപ്പിക്കപ്പെട്ടു. അതുമാത്രമല്ല, ആളില്ലാ സംവിധാനങ്ങൾക്കെതിരെയും ഇന്ത്യ കനത്ത വ്യോമ പ്രതിരോധമാണ് നടത്തിയതും. റാഫേൽ Su-13 അതുപോലെ തന്നെ ജെറ്റുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഈ ഓപ്പറേഷനിൽ നശിപ്പിക്കപ്പെട്ടു. അതേസമയം ഇന്ത്യൻ മണ്ണിൽ നിന്നും കണ്ടെടുത്ത ചൈനയുടെ മിസൈലുകളെല്ലാം തന്നെ ഇഴകീറി പരിശോധിക്കാൻ വേണ്ടി വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഇന്ത്യ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അതായത് PL-15 മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് ഇന്ത്യൻ മണ്ണിൽ നിന്നും കണ്ടെടുത്തതും. ചൈനയുടെ ഏറ്റവും ആധുനികമായ മിസൈൽ എന്നതാണ് PL-15 മിസൈലിനെ വിശേഷിപ്പിക്കുന്നതും. ചൈനയുടെ ഏറ്റവും ആധുനിക യുദ്ധ ജെറ്റായ J-10Cയിൽ ഉപയോഗിക്കുന്ന മിസൈലാണ് PL-15 മിസൈൽ. ഇതിനെ വീഴ്ത്തിയത് ഇന്ത്യയുടെ ആകാശ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം തന്നെയാണ്. പഞ്ചാബിലെ ഹോഷിയാർപൂരിലാണ് PL-15 മിസൈൽ എന്ന ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ നിലംപൊത്തിയതും. ആദ്യമായി ഇന്ത്യയുടെ എയർ മാർഷൽ ഭാരതിയാണ് ചൈനീസ് മിസൈൽ ഇന്ത്യ അടിച്ചിട്ട കാര്യം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതും. ചൈന ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച PL-15E എന്ന എയർ ടു എയർ മിസൈൽ ഇന്ത്യ വെടിവെച്ചിട്ടതായും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. ഇന്ത്യയിലെ നിർണായക ലക്ഷ്യങ്ങൾ അടിച്ചു തകർക്കാൻ കുതിച്ചു വന്ന PL-15E മിസൈലിനെ ഇന്ത്യയുടെ S-400 സുദർശൻ ചക്ര, ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയാണ് അടിച്ചു വീഴ്ത്തിയതും. ചൈനയുടെ PL-15Eക്ക് ഇന്ത്യയുടെ അതിർത്തി ലംഘിക്കാൻ സാധിച്ചില്ല എന്നതായിരുന്നു എയർ മാർഷൽ ഭാരതി വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.